ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് പാൽപ്പുട്ട് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമാണ്. അത് വെച്ചിട്ടുണ്ടെങ്കിൽ പുട്ടിൻ്റെ പൊടി, പിന്നെ തേങ്ങ, ഉപ്പ്, പഞ്ചസാര, നെയ്യ്, പാൽപ്പൊടി, പിന്നെ ക്യാരറ്റ്, ഇത്ര സാധനങ്ങൾ നന്നായിട്ട് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വേണം ഇടാനായിട്ട്. എല്ലാം കൂടി നല്ല ഇതായിട്ട് മിക്സ് ചെയ്ത് ഒരു 10-15 മിനിറ്റ് വെക്കുക, ഒന്ന് സോഫ്റ്റായി കിട്ടാനായിട്ട്. അത് കഴിയുമ്പോഴത്തേക്കും നമുക്കിത് പുട്ടുകുറ്റിക്കകത്ത് കോരിയിട്ട് ഉണ്ടാക്കി തുടങ്ങാം കേട്ടോ. അപ്പോൾ ഇതാണ്ടേ ആദ്യത്തെ കുറ്റി നമ്മൾ പുട്ട് വെന്തിട്ടുണ്ട്, അത് നമ്മൾ എടുക്കാൻ പോകുന്നത്. കണ്ടോ, ഇതാണ് പാൽപ്പുട്ട് എന്ന് പറഞ്ഞ സംഭവം. കണ്ടല്ലോ, ഇതിന് കറിയൊന്നും വേണ്ട കേട്ടോ, വെറുതെ കഴിക്കാവുന്നുള്ളൂ നമുക്ക്. സാധനം നല്ല സോഫ്റ്റും ആയിരിക്കും, പിന്നെ മധുരവും പാൽപ്പൊടിയുടെ ടേസ്റ്റും എല്ലാം കൂടി ആകുമ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റാണ് സംഭവം. അപ്പോൾ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കണേ. അടുത്തത് നമുക്കിടാം. അടുത്തത് വെച്ചിട്ടുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ്. 4 മാസം കഴിഞ്ഞ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് എന്തെങ്കിലും ഒരു വരുമാനം കിട്ടുമല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാനിത് തുടങ്ങിയത്. പക്ഷേ നമ്മൾ ഓരോരുത്തരും 1 മാസം കൊണ്ട് 1000 സബ്സ്ക്രൈബേഴ്സായി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എനിക്കിപ്പോൾ 4 മാസം കഴിഞ്ഞു. ഞാൻ ഇന്നത്തേക്കിപ്പോൾ 4 മാസമായി കറക്റ്റായിട്ട് ഞാൻ തുടങ്ങിയിട്ട്. പക്ഷേ 63 പേര് ഇതുവരെ ആയിട്ടുള്ളൂ. ദയവ് ചെയ്ത് എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത്, ഞാൻ വേറെ ഒന്നും നിങ്ങളോട് ആവശ്യപ്പെടുന്നില്ല. സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് രക്ഷപ്പെടുത്താൻ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ അതെങ്ങനെയെങ്കിലും ഒന്ന് സാധിച്ചു തരണേ പ്ലീസ്. ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനായിട്ടില്ല. ഒരു സഹായങ്ങൾ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നില്ല. എനിക്ക് സബ്സ്ക്രൈബേഴ്സിന് എണ്ണം കൂട്ടി തന്നാൽ മതി. പിന്നെ നമുക്ക് ജീവിക്കാനും കൂടി ഒരു നിവൃത്തിയില്ലാത്തൊരവസ്ഥയിലോട്ടാണ് വന്നു പോകുന്നത്. അപ്പോൾ ഇതിൽ നിന്നെങ്കിലും ഒരു വരുമാനം കിട്ടിയാൽ നമുക്ക് അത്രയും ആവുമല്ലോ എന്ന് ഓർത്തിട്ടാണ് എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം ഒന്ന് കൂട്ടിത്തരണേ പ്ലീസ്. എന്നാലാവുന്ന രീതിയിലുള്ള ഞാൻ നല്ല രീതിയിൽ തന്നെ ഇത് ചെയ്യാൻ നോക്കുന്നുണ്ട്. പിന്നെ എനിക്കറിയാൻ പാടില്ല എന്താണെന്നുള്ള സബ്സ്ക്രൈബേഴ്സിനെ പറയുന്നത്. എൻ്റെ കണ്ടൻറ്റ് ചിലപ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടാവില്ലായിരിക്കോ എന്തോ, എനിക്കറിയില്ല. ഇത് ശരിയാക്കി തരണേ പ്ലീസ്. ഞാൻ ഇന്നലെ മാർക്കറ്റിൽ പോയപ്പോഴത്തേക്കും ചെമ്മീൻ വാങ്ങി, പിന്നെ മീൻ വാങ്ങി. കാണിച്ചു തരാവേ. ദൂരം കവറാന്ന് വെച്ചാൽ കടവരാൽ ഒരെണ്ണം, പിന്നെ ഒരെണ്ണം കൂടിയുണ്ട്, 2 എണ്ണം. ഇതിപ്പോൾ ഞങ്ങൾക്ക് കുറേ ദിവസത്തേക്കുള്ള കറിയായി. പിന്നെ കിളിമീൻ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ വെട്ടി ശരിയാക്കാൻ വേണ്ടി പോവാണ്. എൻ്റെ കറി എല്ലാം വെട്ടി കഴിയുമ്പോഴത്തേക്കും കാണിക്കാം കേട്ടോ. മീനെല്ലാം വെട്ടി കഴുകി എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. കടവരാൽ വെട്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പിട്ട് വെച്ചിരിക്കുകയാണ്, ഉപ്പ് വെള്ളത്തിൽ. പിന്നെ ചെമ്മീൻ, പിന്നെ കിളിമീൻ, അതും വെട്ടി കഴുകി ഉപ്പ് വെള്ളത്തിനകത്തിട്ട് വെച്ചിരിക്കുന്നത്. കഴുകിയതാണ് ഒന്നും കൂടെ, എന്നാലും ഒരു സമാധാനത്തിന് വേണ്ടി ഉപ്പ് വെള്ളത്തിനകത്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ചായ കുടിക്കണം, എന്നിട്ട് വേണം തുടങ്ങാനായിട്ട് പണി. മീൻ കടവരാൽ വെട്ടി കഴുകിയിട്ട് ഇത്തിരി ഉപ്പ് വെള്ളത്തിനകത്തിട്ട് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ചെമ്മീൻ കിള്ളി വെച്ച്, കിളിമീൻ കിള്ളി അതും ഇതേപോലെ തന്നെ നമ്മൾ എന്താ പറയുക, അതിൻ്റെ ഉടുമ്പെല്ലാം കളഞ്ഞ ശേഷം ഉപ്പിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ചായ കുടിച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ പണി തുടങ്ങണം. മീൻ മുരിങ്ങ കേട്ടോ. അപ്പോൾ നമുക്കിനി അത് ഓഫ് ചെയ്യാം. ഇത് ഓഫ് ചെയ്ത്, ഇത് കണ്ടോ,
അക്കിനിക്കകത്ത് ഒരു തുള്ളി വെള്ളം ഞാൻ ഒഴിച്ചിട്ടില്ല. പക്ഷെ അക്കിനി വെള്ളമായി. നല്ല രുചിയുള്ള അക്കിനിയാണ് കേട്ടോ ഇത്. നമ്മൾ ചെമ്മീനൊക്കെ ഇട്ടിട്ടാണല്ലോ ഇത് ശരിയാക്കിയത്. അപ്പോൾ അതിൻ്റെതായ രുചിയുണ്ട്. തമിഴന്മാരുടെ നിന്ന് വാങ്ങിച്ചത് സംഭവം. കുഴപ്പമില്ല, നല്ല അക്കിനിയാണ്. അപ്പോൾ ഇനി ഇവിടെ കുറച്ച് പണികളുണ്ട്. ഇവിടെ എല്ലാം തുടക്കണം, തൂക്കണം, കുളിക്കണം. അതുകൊണ്ട് കഴിഞ്ഞാൽ എൻ്റെ പണി കഴിഞ്ഞു. ഇനി വൈകുന്നേരം വൈകുന്നേരം ഞങ്ങൾ ചോറുണ്ണാറില്ല. വൈകുന്നേരം ചായ മാത്രം കുടിക്കുള്ളൂ, വേറെ പരിപാടിയൊന്നും ഇല്ല ഇനി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ് കേട്ടോ. മറന്നു പോകരുത് ആരും.